ഇന്ന് നമ്മുടെ മുമ്പിൽ നിർഭയത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ട്, എന്നാൽ അതിന്റെയൊന്നും പ്രയോജനം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് വീടുകളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും സ്ഥാപനങ്ങളിലും പാർട്ടികളിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് പലർക്കും പണമുണ്ട്, പക്ഷേ ആ പണത്തിന്റെ പ്രയോജനം പലർക്കും ലഭിക്കുന്നില്ല. വളരെ വലിയ രീതിയിലുള്ള മനോഹരമായി നിർമ്മിച്ച വീടകങ്ങളിലാണ് പലരും താമസിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വീടിനുള്ളിൽ സമാധാനം പലപ്പോഴും പലർക്കും ലഭിക്കുന്നില്ല. ഇന്റർനെറ്റിന്റെ ഈ കാലഘട്ടത്ത് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിക്കേഷന് അനന്തമായ സാധ്യതകളുടെ ഒരു ലോകമാണ് ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പഴയ കാലത്തുള്ള മനുഷ്യബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇല്ല എന്നത് നമ്മെ ഏവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ സൗകര്യങ്ങൾ ഒരു വഴിക്ക് വർദ്ധിക്കുകയും മനുഷ്യബന്ധങ്ങൾ മറ്റൊരു വഴിക്ക് തകർന്നുകൊണ്ടിരിക്കുകയും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള പുതിയ പുതിയ മോഡൽ വാഹനങ്ങൾ ഇന്ന് നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും റോഡുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ഗതാഗത സൗകര്യങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളക്കാരുടെ നല്ലൊരു സമയം അവർ ചിലവഴിക്കുന്നത് റോട്ടിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവുകയില്ല. ഈ മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പഴയ സമയം പോരാ, എത്രയോ മണിക്കൂറുകൾ ബ്ലോക്കിൽ നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിലെ തിരുവനന്തപുരമാകട്ടെ, എറണാകുളമാകട്ടെ, അങ്ങനെ മെട്രോപൊളിറ്റൻ സിറ്റികൾ ഏതെടുത്ത് നോക്കിയാലും വാഹനവുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അരമണിക്കൂർ ഓടാനുള്ള സ്ഥലത്തേക്ക് 1-2 മണിക്കൂറുകൾ വണ്ടിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. അതേ വാഹനങ്ങൾ വർദ്ധിച്ചു, പക്ഷേ യാത്രകൾ നടക്കുന്നില്ല എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മരുന്നും ആശുപത്രിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഹെൽത്ത് സെന്ററുകളും ചെറിയ ആശുപത്രികളും അങ്ങനെ അങ്ങ് മെഡിക്കൽ കോളേജ് വരെയുള്ള ഹോസ്പിറ്റലുകൾ ഈ മഞ്ചേരി ടൗണിൽ തന്നെ ഏത് റോട്ടിൽ നോക്കിയാലും നമുക്ക് ഹോസ്പിറ്റലുകളുടെ എണ്ണം കാണുവാൻ കഴിയും. എന്നാൽ ഹോസ്പിറ്റലുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് രോഗങ്ങൾ കുറയുകയല്ല ചെയ്യുന്നത്, രോഗങ്ങൾ പലപ്പോഴും മനുഷ്യർക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മക്കൾ പലർക്കുമുണ്ട്, പക്ഷേ മക്കളുടെ പ്രയോജനം പലർക്കും ലഭിക്കുന്നില്ല. മാതാപിതാക്കളുണ്ട്, പക്ഷേ പല മക്കൾക്കും സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഭാര്യയുണ്ട്, പക്ഷേ ഭാര്യയിൽ നിന്നുള്ള ഒരു തണല് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ലഭിക്കാതെ പോകുന്നു. ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ ഭർത്താക്കന്മാരുടെ ഒരു സുരക്ഷിതത്വം പല ഭാര്യമാർക്കും ഇന്ന് ലഭിക്കാത്തതിന്റെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനാധിപത്യ രാഷ്ട്രം എന്ന് നമ്മൾ പെരുമ്പറയടിക്കുമ്പോഴും ജനാഭിലാഷങ്ങൾ പലപ്പോഴും നടക്കുന്നില്ല എന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ കണ്ടും കേട്ടുമാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങൾ വർദ്ധിച്ച തോതിലുണ്ട് എന്നതാണ് നമ്മുടെ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്കറിയാം. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ ആ വിദ്യാലയങ്ങളിൽ നിന്നുണ്ടാകേണ്ട സംസ്കാരം എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷയുടെ സമയത്ത്, പരീക്ഷ കഴിഞ്ഞ് സ്കൂളുകൾ കോളേജുകൾ അടക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. എന്താണ് ആ സർക്കുലറിൽ പറയുന്നത്? സെന്റ് ഓഫുകൾ പാടില്ല, കുട്ടികൾ കൂട്ടം കൂടാൻ പാടില്ല. ഓരോ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഇറങ്ങിപ്പോകുമ്പോ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. പോലീസിന്റെ അകമ്പടിയോടുകൂടിയായിരിക്കണം കുട്ടികൾ സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നും വീടുകളിലേക്ക് പോകേണ്ടത് എന്ന നിർദ്ദേശം കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ 10 വർഷം പഠിപ്പിച്ച മക്കളെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തുവിടുമ്പോൾ ആ വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരമാണ് നമ്മൾ പഠിപ്പിച്ചതെങ്കിൽ ആ സംസ്കാരം തൊട്ട് തീണ്ടാത്ത കെട്ടുകാഴ്ചകളാണ്
നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂണിഫോമുകൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു. റോട്ടിലൂടെ പോകുന്നവരെ നേരെ അവർ അക്രമോത്സുകത കാണിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. വാഹനങ്ങൾ അനിയന്ത്രിതമായി ഓട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ മക്കൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. എല്ലാ സൗകര്യങ്ങളും നമുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വിഭവങ്ങളും നമുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ വിഭവങ്ങൾ കൊണ്ട് ആ സൗകര്യങ്ങൾ കൊണ്ട് മനുഷ്യന് ലഭിക്കേണ്ട താങ്ങും തണലും സമാധാനവും നിർഭയത്വവും പലപ്പോഴും ലഭിക്കാതെ പോകുന്നു എന്ന വിരോധാഭാസമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ സ്വസ്ഥതയില്ലാത്ത ഒരു സമൂഹമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. WHO കണക്ക് നമുക്ക് കാണാം. ലോകാരോഗ്യ സംഘടനയായ WHO കണക്ക് പ്രകാരം 300 ദശലക്ഷക്കണക്കിന് ആളുകൾ ഡിപ്രഷൻ രോഗത്തിന് അടിമകളാണ് ഇന്ന് ലോകത്ത് എന്നാണ്. ഓരോ സെക്കൻഡിലും ലോകത്ത് 40 പേരാണ് ആത്മഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗം മൂലം നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ 120% നമ്മുടെ കേരളത്തിൽ പോലും വർധന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ? ബാറിൽ അടിപിടി ഉണ്ടാക്കി ചെറുപ്പക്കാർ ഇറങ്ങി വന്ന് നടുറോട്ടിൽ വെച്ചുകൊണ്ട് കരിങ്കല്ല് ഉപയോഗിച്ചുകൊണ്ട് നെഞ്ചത്ത് വെച്ച് കുത്തി ആ പച്ച മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് കൊല്ലുമ്പോഴും അത് ക്യാമറയിൽ പകർത്തുകയല്ലാതെ അവന്റെ കൈ പിടിക്കുവാൻ നോക്കി നിൽക്കുന്നവർക്ക് പോലും കഴിയാത്ത വിധം കാരുണ്യരഹിതമായ ഒരു സാഹചര്യത്തിലാണ്, ഒരു കേരളത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രക്തബന്ധങ്ങളിൽപ്പെട്ട ആളുകളെ കൊല ചെയ്യുന്ന എത്രയെത്ര അനുഭവങ്ങളാണ് കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. എന്താ സുഹൃത്തുക്കളെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മനുഷ്യനുണ്ടാകേണ്ട നിർഭയത്വവും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇതിന് പരിഹാരമെന്ത്? ആ പരിഹാരത്തെ കുറിച്ച് സംസാരിക്കാനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ മാത്രമല്ല കേരളത്തിന്റെ ഏതെല്ലാം ടൗണുകളുണ്ടോ ആ ടൗണുകളിലെല്ലാം ഞങ്ങൾ ഈ പ്രോഗ്രാമുമായി എത്താനാണ് ശ്രമിക്കുന്നത്. ഈ തെളിനീര് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യന്, ദാഹം കൊണ്ട് അവശനായി കിടക്കുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിക്കൊടുക്കുമ്പോൾ അവൻ എത്ര ആവേശപൂർവ്വം അത് വാങ്ങി കുടിക്കുമോ, അതേപോലെ സമാധാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ആ സമാധാനത്തിന്റെ തുരുത്ത് കാണിച്ചു കൊടുത്താൽ അവരത് വലിയ ആവേശത്തോടു കൂടി വാങ്ങിക്കുടിക്കും എന്ന ഉറപ്പോടുകൂടിയാണ് ഈ പ്രോഗ്രാമുമായി ഞങ്ങൾ കടന്നു വരുന്നത്. തീർച്ചയായും ഇത് കേരളത്തിലെ പച്ച മനുഷ്യരായ ജാതി മതഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സഹോദരങ്ങളെ, വളരെ കുറച്ച് സമയം നിങ്ങൾ ഇതിന് കാതുകൊടുത്താൽ, നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചാൽ, നിങ്ങളുടെ കണ്ണ് തുറന്നു വെച്ചാൽ, നിങ്ങളുടെ കാത് ഇതിനോട് തുറന്നു വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിന്റെ സന്ദേശം, നിർഭയത്വത്തിന്റെ സന്ദേശം ഈ വേദിയിൽ നിന്ന് തീർച്ചയായും ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് മനുഷ്യൻ നിർഭയനായി സമാധാനപൂർവ്വം ഒത്തുചേരാനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ അതിന് വളരെ ലളിതമായ ഒരു യുക്തിയുണ്ട്. അതെന്താ? ഈ മഞ്ചേരി അങ്ങാടിയിൽ നിങ്ങൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന കടകളിൽ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ മതി. അവിടെ കയറി ചെല്ലുന്ന സ്ഥലത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇത് CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന്. എന്തിനാണ് അത് എഴുതി വച്ചിരിക്കുന്നത്? മനുഷ്യന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി ഇടപെടാനുള്ള ഒരു മുന്നറിയിപ്പാണ്. അഥവാ നിങ്ങൾ നിരീക്ഷണത്തിലാണ്, നിങ്ങൾ എന്തെങ്കിലും അനാവശ്യമായി ചെയ്താൽ അത് കാണുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ മനുഷ്യനെ അച്ചടക്കമുള്ളവനാക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഈ CCTV ക്യാമറ തന്നെയാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ യുക്തി എന്താ? ലളിതമാണ്. മനുഷ്യന്മാർ അച്ചടക്കമുള്ളവരാകണമെങ്കിൽ അവർ നിരീക്ഷണത്തിന്റെ വലയത്തിലാണ് എന്നൊരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ്. അതാണ് സാമാന്യ യുക്തി. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ആ കടകളിൽ വിൽക്കുന്ന സാധനങ്ങൾ
അത് ഫ്രിഡ്ജ് ആകട്ടെ, TV ആകട്ടെ, വാച്ച് ആകട്ടെ, മറ്റെന്ത് സാധനം ഇലക്ട്രോണിക് ഉപകരണങ്ങളാകട്ടെ, അത് ഏതെങ്കിലും കേട് വന്നാൽ അത് നന്നാക്കാനുള്ള മാർഗം എന്താ? അതിന്റെ കൂടെ നമുക്കൊരു പുസ്തകം തന്നിട്ടുണ്ടാവും. അതിന് കാറ്റലോഗ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ വാച്ച് കേട് വന്നാൽ ആ വാച്ച് ആരുണ്ടാക്കിയോ അവരിറക്കിയ കാറ്റലോഗ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ആ വാച്ച് റിപ്പയർ ചെയ്യേണ്ടത്. ആ ഫ്രിഡ്ജ് ഏതൊരു കമ്പനിയാണോ ഉണ്ടാക്കിയത് അവരിറക്കിയ കാറ്റലോഗ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ആ ഫ്രിഡ്ജ് നന്നാക്കേണ്ടത്. എല്ലാം അങ്ങനെയാണ്. അതൊരു ലളിതമായ ഒരു യുക്തിയാണ്. എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഫ്രിഡ്ജ് കേട് വന്നാൽ മൊബൈൽ ഫോണിന്റെ കാറ്റലോഗ് നോക്കിയിട്ടല്ല നന്നാക്കേണ്ടത്. സാംസങ്ങിന്റെ ഫോൺ കേട് വന്നാൽ അത് ഐഫോണിന്റെ കാറ്റലോഗ് നോക്കിയിട്ടല്ല നന്നാക്കേണ്ടത്. ജീപ്പ് കേട് വന്നാൽ കാറിന്റെ കാറ്റലോഗ് നോക്കിയിട്ടല്ല നന്നാക്കേണ്ടത്. അത് ഏത് കമ്പനിയാണോ ആ കമ്പനി പുറപ്പെടുവിച്ച കാറ്റലോഗ് നോക്കിയിട്ടാണ് അത് നന്നാക്കേണ്ടത്. അപ്പോൾ മാത്രമേ നന്നാവുകയുള്ളൂ. ഇന്ന് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഇവിടെ സംസാരിച്ചു പോയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? വാച്ചല്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യനാണ്. ആരാണ് തിരുവനന്തപുരത്ത് സ്വന്തം ഉമ്മയുടെ നെറുമണ്ടയിൽ അടിച്ചുകൊണ്ട്, ആമർ കൊണ്ട് അടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതാരാ? ആ ഉമ്മയുടെ പേരമകനാണ്, ഒരു കുട്ടിയാണ്. ആരാണ് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ തല നഞ്ചക്ക് കൊണ്ട് അടിച്ചു പൊളിച്ചത്? അവന്റെ സുഹൃത്തുക്കളായ മറ്റു കുട്ടികളാണ്. ഈ മഞ്ചേരിയിലും പരിസരത്തും പല രീതിയിലുള്ള കൊലപാതകങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്, പിന്നെയും ഉണ്ടായിട്ടുണ്ട്. ആ കൊലക്കുത്തരവാദികളായത് ആരാ? വന്യജീവികളല്ല, മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരിൽ പലപ്പോഴും രക്തബന്ധത്തിലുള്ള ആളുകളാണ്. അഥവാ ഇവിടെ കുഴപ്പക്കാരനാകുന്നത് മനുഷ്യന്മാരാണ്. ഇവിടെ അഴിമതി കാണിക്കുന്നത് മനുഷ്യന്മാരാണ്. ഇവിടെ വ്യഭിചരിക്കുന്നത് മനുഷ്യരാണ്. ഇവിടെ ചാവേറായി പൊട്ടിത്തെറിക്കുന്നത് മനുഷ്യരാണ്. അപ്പൊ ആർക്കാ തകരാറ്? മനുഷ്യന്മാർക്കാണ് തകരാറ്. മനുഷ്യന്മാർക്കുണ്ടാകുന്ന തകരാറ് നന്നാക്കണമെങ്കിൽ ഏത് കാറ്റലോഗ് ഉപയോഗിക്കും? ഏത് കമ്പനിയുടെ കാറ്റലോഗ് ഉപയോഗിക്കും? ഒരു കമ്പനിയുടെ കാറ്റലോഗ് ഉപയോഗിച്ചുകൊണ്ടും മനുഷ്യനെ നന്നാക്കാൻ കഴിയില്ല. കാരണം അതേതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ട വസ്തുവല്ല, പദാർത്ഥമല്ല, ഒരു സംവിധാനമല്ല മനുഷ്യജീവി എന്ന് പറയുന്നത്. മറിച്ച് ഈ പ്രപഞ്ചത്തെ, ഈ അണ്ഡകടാഹത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചയച്ചവ സൃഷ്ടികളാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് മനുഷ്യനെ നന്നാക്കണമെങ്കിൽ അവൻ കേടുവരുമ്പോൾ, അവൻ ഭാര്യയുടെ കഴുത്തറുത്തു കൊല്ലുമ്പോൾ, ഭാര്യ കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി ഭർത്താവിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി അദ്ദേഹത്തെ കൊല ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവളെ നിയന്ത്രിക്കാൻ, അവനെ വരുതിയിൽ കൊണ്ടുവരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവ് തന്നെ ഇവൻ കള്ളനാകുമ്പോൾ, ഇവൻ ചതിയനാകുമ്പോൾ, ഇവൻ കൊലപാതകയാകുമ്പോൾ, ഇവൻ ശിർക്ക് ചെയ്യുമ്പോൾ, ഇവൻ വ്യഭിചരിക്കുമ്പോൾ, ഇവൻ അഴിമതി നടത്തുമ്പോൾ, ഇവൻ പലിശക്കളിയിൽ അകപ്പെടുമ്പോൾ അവനെ നന്നാക്കുവാൻ ഇതാ ഈ മനുഷ്യരുടെ കൂടെ ഒരു ഗ്രന്ഥം കൂടി ഞാൻ അയക്കുന്നുണ്ട്, ഒരു പുസ്തകം കൂടി ഞാൻ അയക്കുന്നുണ്ട്. ആ കാറ്റലോഗിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ കേടുവന്നാൽ അവനെ നന്നാക്കുവാൻ, അവൻ സമാധാനമില്ലാത്തവനാകുമ്പോൾ അവന് നിർഭയത്വം ഉണ്ടാക്കാൻ, അവൻ മടങ്ങി പോകേണ്ടത് അവനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവ് അവനെ നന്നാക്കാൻ കൊടുത്ത ആ കാറ്റലോഗിലേക്കാണ്, ആ ഗ്രന്ഥത്തിലേക്കാണ്, ആ പുസ്തകത്തിലേക്കാണ്. അത് നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. മനുഷ്യരെ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ഫമൻ തബിഅ ഹുദായ, ആ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. നേരെ തിരിച്ചൊന്ന് നോക്കൂ നിങ്ങൾ. ഈ പറഞ്ഞ വാചകത്തിന് നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നിൽ നിന്നുള്ള ആ മാർഗദർശനം, ആ ഗൈഡ് ലൈന്, ആ കാറ്റലോഗ് നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ
നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇനി അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു നോക്കൂ, ഇതിനെ നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കൂ. എങ്ങനെ? നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നിൽ നിന്നുള്ള മാർഗദർശനമല്ല നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, നിങ്ങൾ ഭയപ്പെടേണ്ടി വരും, നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരും. എന്താ കാരണം? മനുഷ്യന്മാർ അസ്വസ്ഥരാകാനുള്ള കാരണം അവന് പണമില്ലാത്തത് കൊണ്ടല്ല, അവന് കാറില്ലാത്തത് കൊണ്ടല്ല, അവന് AC റൂമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മനുഷ്യന് സ്വസ്ഥതയില്ലാത്തവനാകുന്നത് എന്തുകൊണ്ടാണെന്നോ? അവന് കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ടാണ്. ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അത് കിട്ടണമെങ്കിൽ ആ സ്രഷ്ടാവിന്റെ മാർഗനിർദ്ദേശത്തിലേക്ക് അവൻ തിരിച്ചു പോകണം. അതിന്റെ പേരാണ് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ലേ? ഞാനൊരു ഹിന്ദുവാണല്ലോ, ഞാൻ എന്തിനു മുസ്ലിങ്ങളുടെ ഗ്രന്ഥം കേൾക്കണം? ഖുർആൻ മുസ്ലിങ്ങൾക്കുള്ളതല്ലേ? ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ, ഞാൻ എന്തിനത് ശ്രദ്ധിക്കണം? ഖുർആൻ മുസ്ലിങ്ങൾക്കുള്ളതല്ലേ? ഞാൻ ഒരു പ്രത്യേക മതത്തിലും വിശ്വസിക്കാത്തവനാണ്, ഞാൻ എന്തിനത് ശ്രദ്ധിക്കണം? അത് മുസ്ലിങ്ങൾക്കുള്ളതാണ് എന്നായിരിക്കും ഒരുപക്ഷെ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കുക. എന്നാൽ വളരെ വിനയത്തോടുകൂടി പറയട്ടെ, അതൊരിക്കലും തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല. ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാകുന്നു ഇത്. അന്നാസ് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ? മനുഷ്യർ എന്നാണ് അതിന്റെ അർത്ഥം. മുസ്ലിം എന്നല്ല, ഹിന്ദു എന്നല്ല, ക്രിസ്ത്യൻ എന്നല്ല, മതമുള്ളവൻ എന്നല്ല, മതമില്ലാത്തവൻ എന്നല്ല. മനുഷ്യരായി പറന്നു വീണ ആരൊക്കെയുണ്ടോ അവരെല്ലാം വിളിക്കുന്ന ഒരു പ്രയോഗമാണ് അന്നാസ് എന്ന് പറയുന്ന പ്രയോഗം. അപ്പൊ മനുഷ്യരായി ഈ ഭൂമുഖത്തേക്ക് വന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അവർ ഇരുട്ടിൽ തപ്പുമ്പോൾ, അവർ അരക്ഷിതരാകുമ്പോൾ, അവർ വിഷമിക്കുമ്പോൾ, അവർ പ്രയാസപ്പെടുമ്പോൾ, അവർ ഭയവിഹ്വലരാകുമ്പോൾ, അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിൽ നിന്നെല്ലാം മോക്ഷം ലഭിക്കുന്ന മാർഗമാണ്, അതിനുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ മനുഷ്യന് സമാധാനമുണ്ടാകാനും സ്വസ്ഥതയുണ്ടാകാനും നിർഭയത്വം ഉണ്ടാകുവാനും എന്താണ് മാർഗം പറയുന്നത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ആ സമാധാനമടയുകയും ചെയ്തവർ അറിയുക, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒന്നുകൊണ്ട് മാത്രമേ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ, സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ നിരീക്ഷണ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഈ നിരീക്ഷണ ക്യാമറ ഉണ്ട് എന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് മനുഷ്യൻ അച്ചടക്കമുള്ളവനാകുന്നത്. ഇതേപോലെ ഇന്നാരും കാണില്ല, എന്തും എനിക്ക് ചെയ്യാം എന്നാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ അയാൾ എന്തും ചെയ്യും. ആളില്ലാത്ത സമയത്ത് അയാൾ കടയിൽ നിന്ന് സാധനം മോഷ്ടിക്കും. ചെറിയൊരു പെൺകുട്ടിയെ മുന്നിൽ കണ്ടാൽ ആരും കാണില്ലെങ്കിൽ പീഡിപ്പിക്കും. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആരും അറിയാതെ അദ്ദേഹം അഴിമതി നടത്തും. ഒരു കച്ചവടക്കാരനാണെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അളക്കത്തിലും തൂക്കത്തിലും കൃത്രിമത്വവും കാണിക്കും. കാരണം വേറെ ആരും കാണില്ല തോന്നിയാൽ. എന്നാൽ എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു റബ്ബുണ്ട്, അവന്റെ പേരാണ് അല്ലാഹു, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഓർമ്മയുണ്ടായാൽ ഒരാളും തെറ്റു ചെയ്യുകയില്ല. അപ്പൊ മനുഷ്യൻ സൂക്ഷ്മതയുള്ളവനാകാനുള്ള മാർഗം ഈ ഗ്രന്ഥം ലോകത്തോട് പറയുന്നത് എന്താ? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം. ആരെ ആരാധിക്കണം? മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണോ? ഹിന്ദുക്കളുടെ ദൈവത്തെ ആരാധിക്കണോ? ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആരാധിക്കണോ? അല്ലെങ്കിൽ മഞ്ചേരിക്കാരുടെ ദൈവത്തെ ആരാധിക്കണോ? ഇന്ത്യക്കാരുടെ ദൈവത്തെ ആരാധിക്കണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കക്കാരന്റെ ദൈവത്തെ ആരാധിക്കണോ? അതൊന്നുമല്ല ഖുർആൻ പറഞ്ഞത്. ആരെ ആരാധിക്കേണ്ടത്? ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. എന്താ റബ്ബെന്ന് പറഞ്ഞാൽ?
പടിപടിയായി മനുഷ്യനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നവനാരോ, ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, ആരാണോ ഈ ഭൂമി ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്, ആരാണ് നിങ്ങളെ നടക്കാൻ പഠിപ്പിച്ചത്, ആരാണ് നിങ്ങളെ പാല് കുടിക്കാൻ പഠിപ്പിച്ചത്, ആരാണ് നിങ്ങളെ എഴുന്നേറ്റ് സഞ്ചരിക്കാൻ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച നിങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ റബ്ബിനെയാണ്, ആ അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാണ് ആ റബ്ബ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, പിന്നെയോ വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളുടെ ദൈവത്തെയല്ല, നിങ്ങളുടെ ഹിന്ദുക്കളുടെ ദൈവത്തെയല്ല, ക്രിസ്ത്യാനികളുടെ ദൈവത്തെയല്ല. മറിച്ച് നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ അച്ഛനെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ വല്യപ്പയെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ ആരാണോ സൃഷ്ടിച്ചത്, ഈ കാണുന്ന ഈ മഞ്ചേരി അങ്ങാടി അടങ്ങുന്ന ഈ ഈ മലപ്പുറം ജില്ലയടങ്ങുന്ന ഈ കേരള സംസ്ഥാനമടങ്ങുന്ന ഈ ഇന്ത്യയടങ്ങുന്ന ഈ ഏഷ്യ ഭൂഖണ്ഡമടങ്ങുന്ന ഈ 7 മഹാഭൂഖണ്ഡങ്ങളും അടങ്ങുന്ന ഈ അണ്ഡകടാഹമടങ്ങുന്ന ഈ കാടും മലയും പർവ്വതങ്ങളും അതുപോലെ തന്നെ സമുദ്രവും എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ മുഴുവനും സൃഷ്ടിച്ച, ഈ ലോകത്തെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സരാചരനായ സർവലോക രക്ഷിതാവായ ഒരു റബ്ബുണ്ട്, ഒരു അല്ലാഹുവുണ്ട്. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്.